പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടു, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒന്നെല്ലാവരും ശബ്ദമുയർത്തി, കരമുയർത്തി, ഉച്ചത്തിൽ ഒന്ന് ജയ് വിളിച്ച പോലെ ഒന്ന് പറഞ്ഞ്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒന്നുകൂടി, ജ്ഞാനത്തിൻ്റെയും ഒന്നുകൂടി പ്രൈസ് ദി ലോർഡ്. അവനെവിടെയാ? അവൻ നമ്മുടെ ഉള്ളിൽ. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി നമ്മളിലുണ്ട്. അത്രയും സമാധാനമായി. അവിടെ ഇരിക്കട്ടെ ഇല്ലേ? അതവിടെ ഇരിക്കട്ടെ കുറച്ച് നാൾ കൂടി. ഇനി എന്ത് വേണം? വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ പറയുന്നത്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കേട്ടോ? എന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അടുത്ത വചനം കൂടി. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ത്രീയനെന്നോ കന്യാസ്ത്രീയെന്നോ അച്ഛനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്. എല്ലാവരും ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കണ്ടോ? എല്ലാവരിലും ക്രിസ്തു. ഈ കൊലോസ്യ ലേഖനത്തിൽ തന്നെയാണ് 1-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ പറയുന്നത്. ഇത് തന്നെയാണ് 1:26 കൊളോസോസ് 1:26. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും കരമുയർത്തി, ശബ്ദമുയർത്തി, ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. കണ്ടോ? വിജാതീയരിൽ പോലും ഈ രഹസ്യം വളരെ ശ്രേഷ്ഠമാണ്. എന്താണ്? അവരിലും ക്രിസ്തു ഉണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യകാലങ്ങളിൽ ഞാൻ വേറൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു തന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൽ എഴുതിയൊരു പാട്ടാണ്. അവിടെ പോയി, പാട്ടുകാരെ, എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു. കണ്ടോ? അവിടെ പറഞ്ഞില്ലേ, ക്രിസ്തു എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാവരിലും. എന്ന് പാടിയേ, എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു, അതാണ് ദൈവരാജ്യം. എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു. ഇതിലുണ്ടോ? പാട്ടുകടലാസിലുണ്ട്. പാട്ടുകടലാസിലുണ്ടാകേണ്ട കാര്യമില്ല, നമ്മൾ പാടണ്ടേ? ഓക്കെ, പോയിന്റ് ഈസ് ഇനഫ് നൗ. നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മളിൽ ക്രിസ്തു ഉണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മൾ ആരെയും കുറ്റം പറയല്ല കേട്ടോ, നമ്മൾ പറയും ക്രിസ്തുവേ വരണമേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ഇതെല്ലാം ഒരു കവിതാത്മകമായിട്ടായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലല്ല നമ്മൾ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിലുമല്ല നമ്മളെവിടെയാണ്? പന്തക്കോസ്ത കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രത്യേകിച്ച്? അതാണ് ഈ പൗലോസ്ലീഹയുടെ ലേഖന കാലഘട്ടം. ഈ ലേഖനങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ രഹസ്യമാണ്. കണ്ടോ, ജ്ഞാനത്തിലേക്ക് വന്നിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. പിടിച്ച് വലിച്ചു വരട്ടെ, ജ്ഞാനത്തിലേക്ക് തിരിച്ചു പോകാം. എന്താണ് 3:10 പറയണത്? 3:10 സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസരണമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കേണ്ട. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പോലെയുള്ള മറ്റൊരാൾ ആരാ? ക്രിസ്തു. അപ്പോൾ ആ ക്രിസ്തു തന്നെയാണ് സമ്പൂർണ്ണ ജ്ഞാനം. ഈ അർത്ഥത്തിലാണ് 1 കൊറിന്ത്യോസ് 1:30 നമ്മൾ രാവിലെ വായിച്ചതാണ്. അതൊന്നുകൂടി വായിക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. എല്ലാവരും ശബ്ദമുയർത്തി, ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണം. അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്താണ്? യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. ഇപ്പം അത്ര എടുക്കാം നമുക്ക്, ജ്ഞാനം, നീതി. പക്ഷെ ഇപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ജ്ഞാനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ. അത് വേറൊരു ജ്ഞാനമാണ്. അതറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാകുകയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 17-ാമത്തെ വചനം വീണ്ടും വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഓക്കെ, കണ്ടോ, ഇവിടെ 2 കാര്യമാണ്. വെളിപാടിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്. എന്താണ് ഈ വെളിപാടിൻ്റെ ആത്മാവ്? അതാണ് വളരെ പ്രധാന ഒരു കാര്യം. ദൈവിക രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം, എങ്കിലേ നമുക്കത് മനസ്സിൽ ആകണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം പരിശുദ്ധാത്മാവ് നമ്മളിൽ നടത്തുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിലൂടെയാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ്. നമ്മുടെ മലങ്കര കുർബാനയുടെ ആരംഭത്തിലുള്ള ഒരുക്ക ശുശ്രൂഷ സമയത്ത് ഇങ്ങനെ പാടാറുണ്ട്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ
കാണുന്നു. വെളിവീനടിയാരഖില ധാരമധാം വെളിവും നീ കാന്ത്യങ്ങളെ നീ ആദൻ കതിരെ ശോഭിപ്പിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗം ഒന്നുകൂടി പാടാം. വെളിവു നിറഞ്ഞോ രീശോ നിൻ വെളിവാൽ കാണുന്നു. എല്ലാവരും വെളിവു നിറഞ്ഞോ രീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവീനടിയാരഖിലാധാരമധാം വെളിവ്. അപ്പോൾ വെളിവ് നിറഞ്ഞ ഈശോ. അപ്പോൾ വെളിവ് എന്നുള്ള വാക്ക് വളരെ നല്ല ഒരു വാക്കാണ്, അർത്ഥമാണ്. പരിശുദ്ധാത്മാവ് ദൈവിക രഹസ്യങ്ങൾ നമുക്കിങ്ങനെ വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവ് ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരണം. ഇത് സ്നാനം സ്വീകരിച്ച നമ്മളുടെ എല്ലാവരുടെയും അവകാശമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ വെളിവ് ജ്ഞാനം നമുക്ക് തരിക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബയോളജിക്കൽ ഗ്രോത്ത് അനുസരിച്ച്, കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മളിൽ ഇങ്ങനെ വിടർന്നു വരണം. അത് വെളിപ്പെടുത്തി തരണം. ഞങ്ങളൊരു പാട്ട് പാടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് പാടിയൊന്ന് കേൾപ്പിച്ചോന്ന്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, അതാണു ദൈവരാജ്യം. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, അതാണു ദൈവരാജ്യം. മതി. ഇനി അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും പാടാം നമുക്ക്. ഈ ധ്യാനം ഒരു പ്രത്യേക ധ്യാനമാണ്. ഇന്നേ വരെ എന്നെ വേദനിപ്പിച്ച് കർത്താവ് ധ്യാനിപ്പിച്ചിട്ടില്ല. ടി വിയിലുള്ളവർക്കൊക്കെ വേദന കിട്ടാറ്. ഈ പ്രാവശ്യം ആ വരം ഈശോ എനിക്ക് തന്നെ തന്നു. നന്ദി കർത്താവേ. അതുകൊണ്ട് ഈ പറയുന്ന വചനങ്ങൾ നല്ല അഭിഷേകമാകട്ടെ. ഓക്കെ. 1 കൊറിന്ത്യസ് 1:30 നമ്മൾ വായിച്ചു. ആ 1-ാം അധ്യായത്തിൽ തന്നെ 24 കൂടി ഒന്ന് 24 നോക്കി. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങളാണ്. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അതാണ് ക്രിസ്തു എന്നെല്ലാവരായിട്ട് പറഞ്ഞ്. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ഇനി 1 കൊറിന്ത്യസിലെ 2-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിൻ്റെയും പ്രധാന ആശയം ഈ ജ്ഞാനവും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്,
നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. ഇത് കുറച്ച് വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ നാട്ടുപ്രദേശത്ത് ജീവിച്ച് വളർന്ന ആൾക്കാർ, അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ആദ്യത്തെ കാറ്റഗിസം എന്താ? ഒന്നുള്ളത് ഒലക്ക കൊണ്ടടിക്കണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്ത് വിജ്ഞാനമാണത്? പറയും. അതാണ് നമ്മളുടെ ഒരുപാട് ചിന്തകൾ മാനുഷികമായ, സോറി ടു സേ, സൂപ്പർസ്റ്റിഷ്യൻസ് കൊണ്ടിങ്ങനെ കുടുങ്ങിക്കിടക്കാൻ. സൂപ്പർസ്റ്റിഷ്യൻസ് എന്നുള്ളതിന് എന്താ മലയാളം? അന്ധവിശ്വാസം. വിശ്വാസമല്ല, അത് നല്ല പേരാണല്ലോ അത്. അതാണ് കർത്താവ് പറഞ്ഞത്, അവരന്ധരാണ്, അവരെ വിട്ടേക്ക്, അവരെ ഇപ്പോൾ സുവിശേഷ വേലയ്ക്കൊന്നും ഉപയോഗിക്കേണ്ട, അവരുടെ അന്ധത മാറട്ടെ. അപ്പോൾ എന്താണ് അന്ധത എന്ന് പറയുന്നത്? വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം, യഥാർത്ഥ കഴമ്പ് ഇല്ലാത്തൊരവസ്ഥ. ഈ കഴമ്പ് ഒരു അപ്പോൾ ഞാൻ ജ്ഞാനത്തിൽ നിന്ന് പോകുമ്പോൾ കണ്ടോ, ജ്ഞാനത്തിൽ നിന്ന് വിടല്ലേ കർത്താവേ, പരിശുദ്ധാത്മാവേ, ഈ ക്ലാസ്സെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കണേ, എങ്കിലും അതൊന്ന് പറഞ്ഞോട്ടെ. നമുക്കെല്ലാം വിശ്വാസം ഉണ്ടല്ലോ. നമുക്കെല്ലാം വിശ്വാസം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ വിശ്വാസം എന്നതൊരു ദാനമാണ് താനും. അപ്പം എന്താണ് അവിടെ ഉണ്ടാകേണ്ട ഒരു കാര്യം? ഇനി നമുക്ക് വിശ്വാസം ഉണ്ട് താനും, വിശ്വാസം ദാനമാണ് താനും. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ കഴമ്പ്, നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയണം. കഴമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളടക്കം, കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത് ഡിപ്പെൻഡ് അപ്പോൺ വിസ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഒരു ബാഹ്യമായിട്ടുള്ളതോ ചില സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ളതോ ചില ആചാരാനുഷ്ഠാനങ്ങളിലുള്ളതോ ഉള്ള ഒരു വിശ്വാസമാണ്. അത് പോരാ. നമുക്ക് പ്രബോധനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസം വേണം. അപ്പോൾ അത് ഈശോ തന്നെ പറഞ്ഞു നോക്കൂ. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം അറിയിക്കുവിൻ, എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ടീച്ച് ദം. സോ ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം. ഇതൊന്നും പറഞ്ഞിട്ട് കയറണില്ലല്ലോ കർത്താവേ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു റിയാക്ഷൻ തോന്നില്ല. ഇതൊക്കെ ഈ തോമസ് പോൾ ഇങ്ങനെയൊക്കെ പറയും, നമ്മൾ എന്ത് ചെയ്യാനാ? വചനപ്രഘോഷകർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിങ്ങനെ അങ്ങോട്ട് പോകും. അല്ലാണ്ട് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ടാട്ടം പറ്റുമോ? അല്ലെങ്കിൽ പഠിക്കാൻ നമ്മളെ കൊണ്ടാട്ടം പറ്റുമോ? ഇത്രയും നാളും പഠിച്ചത് മതി. നോവിഷ്യേറ്റ് പഠിച്ചു, എന്തോരം പഠിച്ചു, ഇനിയും പഠിക്കണമെന്നാണോ പറയണേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കണ്ടാവുമായിരിക്കും. കുറ്റം പറയല്ല, കാര്യം പറയാൻ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴും നമ്മളൊരു വിദ്യാർത്ഥിയാണ്. ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മൾ ജ്ഞാനത്തിൻ്റെ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കേണ്ടത്. ഞാൻ ഓരോ ദിവസവും എന്തെങ്കിലും പഠിക്കുന്നുണ്ട്. പഠിക്കാനുള്ള ഉരുപ്പടികളുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വലിയ സന്തോഷം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, ഇത് തന്നെ പഠിച്ചു തീരാനായിട്ട് ഞാൻ 15 വർഷമായി ഇത് പഠിക്കണം, കാറ്റക്കിസം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ബൈബിൾ പറയണ മാതിരി തന്നെ കാറ്റക്കിസം പറയാനില്ല, നമ്പർ സഹിതം പറയാൻ പറ്റുന്നുണ്ടോ? ഇത് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റണം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടന്നാൽ പോരാ. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ്, കഴമ്പ്. ഇപ്പം ഇവിടെയൊക്കെ നാട്ടിൽ, ഇതേത് നാടാണത്? ചങ്ങനാശ്ശേരി. ഇവിടെ
നാളികേരത്തിൽ കഴമ്പില്ലെങ്കിൽ അതിനെന്തെന്നാ പറയാ? പേടെന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തെന്ന് പറയും? പേട്. നാളികേരം കണ്ടു കഴിഞ്ഞാൽ നല്ല കുട്ടപ്പൻ മുഴുത്ത് തടിച്ചൊക്കെ ഇരിക്കണം. പക്ഷേ ഈ നാളികേരം സോർട്ട് ചെയ്യുന്ന ആൾ അത് കയ്യിലെടുത്തിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞ് കളയണം. അയ്യോ, അത് നല്ല നാളികേരമല്ലേ, അതൊന്ന് കയ്യിലെടുത്ത് നോക്ക് സാറേ. കണ്ട നല്ല നാളികേരന്മാരി ഇരിക്കുന്നു, കയ്യിലെടുക്കുമ്പോഴേ അതിൻ്റെ അകത്ത് കഴമ്പില്ല എന്ന മാതിരിയാണ്. ഒരു തമാശ പറയട്ടെ. ചില സിസ്റ്റർമാരെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയും നല്ല എന്താ പറയുക, നല്ല വെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്തില്ലാന്ന്, കഴമ്പില്ലാന്ന്. ഒരു 2-3 വാക്ക് സെൻറ്റൻസ് സംസാരിക്കുമ്പോൾ മനസ്സിലായി അവരുടെ അകത്ത് എന്തോരം കഴമ്പുണ്ടെന്ന് മനസ്സിലായി. ഇതുള്ള കാര്യമല്ലേ? നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കൂ. ആരോട് സംസാരിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആളുടെ ഉള്ളിൽ കഴമ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവവചനമാണ്, വിശ്വാസത്തിൻ്റെ ശക്തി. ഇത് മനസ്സിലാവും. അത് നമ്മൾ മാത്രമല്ല, സാധാരണ ആളുകൾക്ക് മനസ്സിലാവും, അക്രൈസ്തവർക്ക് പോലും മനസ്സിലാവും. അയ്യോ, സിസ്റ്റർ ഇങ്ങനെയാണോ പറയണേ? അപ്പോൾ ഒരിക്കൽ ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ ഒരച്ഛൻ പറയാണ്, ഞാൻ ഇവിടുത്തെ വലിയ സ്കൂളിലെ പ്രിൻസിപ്പളാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഏറ്റവും നമ്മുടെ ബുദ്ധിമുട്ട് പ്രിൻസിപ്പൽമാർക്ക് സിസ്റ്റർമാർക്കൊക്കെ അറിയാം, ഏറ്റവും ബുദ്ധിമുട്ട് അഡ്മിഷൻ്റെ കാലഘട്ടത്തിലാണ് ഇല്ലേ? മിനിസ്റ്ററിൻ്റെ വരെ ലെറ്ററും കൊണ്ട് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ആരുടെ ലെറ്റർ നോക്കണം, അതോ നമുക്ക് ഇവിടുത്തെ മെറിറ്റ് അനുസരിച്ച് ഉള്ള അഡ്മിഷൻ കൊടുക്കണം? അപ്പോൾ ഒരു മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനിൽ ഒരാൾ വന്ന്, അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ കേസ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മാർക്ക് കുറവാണ്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇയാൾ കുറേ വഴക്കങ്ങ് പറഞ്ഞു. ഈ കൊണ്ടുവന്ന ആൾ മിനിസ്റ്ററുടെ ആളാണ്, അതുകൊണ്ട് കുറേ വഴക്കങ്ങ് പറഞ്ഞു. അച്ഛനെ കുറേ തെറിയങ്ങ് പറയാൻ തുടങ്ങി. അച്ഛനിങ്ങനെ ഇരുന്ന് പിരികൊള്ളുകയാണ്. അച്ഛനല്ലേ, അയാൾ പറയണ മാതിരി പറയാൻ പറ്റുമോ? പക്ഷെ അവസാനം അച്ഛൻ പറയാണ്, ഞാൻ അങ്ങ് കൺട്രോൾ വിട്ടുപോയി. കൺട്രോൾ വിട്ട് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഭാഷ അനുസരിച്ച് തിരിച്ചൊരു വാക്ക് പറഞ്ഞു. ഉടനെ അയാൾ പറയാണ്, അച്ഛനിങ്ങനെ പറയണോ? അച്ഛനിങ്ങനെ പറയണോ? അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, ഇയാൾ 1/4 മണിക്കൂർ നേരം വാതോരാതെ തെറി പറഞ്ഞതിന് ഇയാൾക്കൊരു പ്രയാസമില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇയാൾ പറയാണ്, അച്ഛനിങ്ങനെ പറയണോ? ഞാൻ എന്തിനത് പറഞ്ഞത്? പേട്. അപ്പോൾ അച്ഛൻ പറയാണ്, സമൂഹം എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ ഇത്രയും തെറി പറയണ ആള് അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കണത് എന്താ? ഒരു വാക്ക് പോലും പൊട്ടത്തരം പറയരുതാണ്. കന്യാസ്ത്രീയിൽ നിന്ന് ഞാൻ കന്യാസ്ത്രീ എന്ന് പറയണത് നല്ല പ്രയോഗമല്ലേ? എനിക്ക് മാതാവിൻ്റെ ആ കന്യാവ്രതത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് കന്യാസ്ത്രീ ഞാൻ പറയണത്. മാതാവാണ് ആദ്യത്തെ കന്യാസ്ത്രീ. ആ പെർപ്പച്വൽ വെർജിനിറ്റി ഈ പുതിയ നിയമത്തിൽ ഉള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണ്. ആ അർത്ഥത്തിലാണ് കേട്ടോ ഞാൻ പറയണത്. സിസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്കതങ്ങ് ഫീൽ വരുന്നില്ല. അവർ ഇല്ലേ, കുഴപ്പമില്ലല്ലോ, വിഷമമില്ലല്ലോ, അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയുകയാണെങ്കിൽ അത് കേൾക്കുന്നവരിലേക്ക് ഇത് താനെ പ്രസരിക്കും. നമ്മളൊരു വശത്ത് സ്നേഹത്തിൻ്റെ എടുത്തു, സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന
ചേങ്ങല പോലെയാവും. അതൊരു വശം. ഇനി ജ്ഞാനമില്ലെങ്കിലോ, ജ്ഞാനമില്ലെങ്കിൽ പേട്ടത്തേങ്ങ പോലെയാവും. ജ്ഞാനമില്ലെങ്കിൽ, വചനമില്ലെങ്കിൽ. അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സ്നേഹമുള്ള എൻ്റെ വളരെ സ്നേഹമുള്ള സിസ്റ്റർമാരെ, ഇന്നത്തെ കാലഘട്ടത്തിന് എന്താണ് ആവശ്യം? ഒന്ന്, നമ്മൾക്ക് ജ്ഞാനമുണ്ടാകണം. രണ്ട്, മറ്റുള്ളവർക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അവർക്ക് പഠിപ്പിക്കണം. ഓക്കെ. അപ്പം നമ്മുടെ ജ്ഞാനത്തിൻ്റെ ആവശ്യകതയിൽ ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ജ്ഞാനം എന്നും കൂടി പറയുമ്പോഴേ നമുക്ക് എൻ്റെ ആവേശം ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ അനുഭവമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പലരും എന്നോട് ചോദിക്കും, നീ ഇതെങ്ങനെ പഠിച്ചു? എന്നെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിലൂടെ പഠിപ്പിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആരും വേറെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറ്റാരുടെയും പഠിപ്പീരധികം കേൾക്കാനും എനിക്ക് സമയമില്ല. പ്രധാനമായിട്ട് ഞാൻ പഠിക്കുന്നത് പാപ്പൽ ടീച്ചിങ്സ്, പരിശുദ്ധ പിതാക്കന്മാരുടെ, പോപ്പ് 6 മാർപ്പാപ്പയുടെ, ജോൺ പോൾ 2 മാർപ്പാപ്പ, പോപ്പ് ബെനഡിക്റ്റ്, ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ്, ഇവരുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. സഭാപ്രബോധനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. ഓൾ റൈറ്റ്, ഓക്കെ. ഇപ്പം നമ്മൾ ഈ വചനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. 1 കൊരിന്ത്യസ് 2:5 പറയുന്നത് ഇതാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു. അപ്പോൾ ഇവിടെ എന്നെ വളരെ ആകർഷിച്ചൊരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു പ്രബോധനം ഇതാണ്. ഞാൻ ഈ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ചില ബോധ്യങ്ങളനുസരിച്ചിട്ടല്ല നമ്മുടെ വിശ്വാസം പടുത്തുയർത്തേണ്ടത്. ഇനി ഞാൻ പ്രാക്ടിക്കലി ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരിക്കലൊരു ധ്യാനത്തിൽ ടീച്ചേഴ്സിനോ ഉദ്യോഗസ്ഥർക്കുള്ള ധ്യാനം ഡിവൈനിൽ നടത്തുകയാണ്. 5000-ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും ഉദ്യോഗസ്ഥരാണ്. അതിലൊരുപാട് സിസ്റ്റേഴ്സ്, വിദ്യാഭ്യാസ രംഗത്തുള്ള ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സിസ്റ്റർ വന്നിട്ട് എന്നോട് പറയാണ്, ബ്രദറെ, എനിക്ക് ആരോടും ഇന്നേ വരെ ഈശോയെക്കുറിച്ച് പറയാൻ എനിക്ക് തോന്നണില്ല, ഈശോയെക്കുറിച്ച് പറയാൻ തോന്നണില്ല. പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിക്കും, സിസ്റ്റർ എന്തിനാണ് ജീവിതം മുഴുവനും ഈ യേശുവിന് കൊടുത്തത്? ഓ, അതിപ്പോൾ നിങ്ങളൊന്നും അറിയണ്ട. ഇത്രയും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറും. എൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്രൂശിത രൂപത്തെ പിടിച്ചുകൊണ്ട് ചോദിക്കും, ഇതാരാണ്? അപ്പോഴും ഞാൻ പറയും, ഇതിപ്പോൾ നിങ്ങൾ അറിയൊന്നും വേണ്ട. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതൊരു വളരെ സീരിയസ് കാര്യമാണ്. ഇത്രയെല്ലാം ഒരാൾ വന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട് അവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ലഞ്ച് ടൈമിലോ ഇടവേളയിലൊരു കൗൺസിലിംഗ് മാതിരി എൻ്റെ അടുത്ത് വരൂ, ഞാൻ പ്രാർത്ഥിക്കാം. 3000-ഓളം വിദ്യാർത്ഥിനികളുള്ള സ്കൂളിലാണ് സിസ്റ്റർ പഠിപ്പിക്കുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത്, മാനുഷിക വിജ്ഞാനം നമ്മളിൽ കടന്നുണ്ടാകുന്ന ദൂഷ്യങ്ങളാണ്, അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റാമെന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കറിയില്ല, ഈ സിസ്റ്റർ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കാഴ്ചവെച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന സിസ്റ്ററിന് ഈ കർത്താവിനെ കുറിച്ചൊരു വാക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാണിച്ചു തരണേ. അതിൻ്റെ നമുക്കിനി ഈ ഭാഷയിൽ പറയാം, അതിൻ്റെ ജ്ഞാനം തരണേ. അതിൻ്റെ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം മാതിരി ഞാൻ കാണുകയാണ്. ഒരു ദർശനം തന്നെ. ഒരു കുട്ടി ഒരു ചോറ്റും പാത്രവും
പുസ്തകമൊക്കെ ആയിട്ട് പാവാടയൊക്കെ എടുത്തൊരു കുട്ടിക്കിനെ പോവുകയാണ്, സ്കൂളിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ഒരു സ്റ്റാച്ചു, ആ സ്റ്റാച്ചുവിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുകയാണ്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാണും, ഓ അത് ഞാൻ എൻ്റെ സ്കൂളിൽ പോണ വഴിക്ക് തന്നെ ഉള്ളതാ. അപ്പോൾ ഈ സ്കൂളിൽ പോയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള 10 വർഷവും എന്നും ഇത് കണ്ടുകൊണ്ടാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ കുട്ടി അറിയാതെ തന്നെ ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരാശയം കടന്നു വന്നിരിക്കുകയാണ്. എന്താണ് ആശയം? മതമേതായാലും മനുഷ്യൻ നന്നാണ്. പറയുമ്പോൾ നല്ല ആശയമാണ്, ഇല്ലേ? നല്ല ആശയമല്ലേ? നല്ല ആശയമാണ്. പക്ഷേ മതമേതായാലും മനുഷ്യൻ നന്നായാലും രക്ഷ ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാത്തത്. നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് രൂഢമൂലമായി കിടക്കുന്ന ഒരു അവസ്ഥ, ഒരു തത്വം, ഒരു ഫിലോസഫി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുള്ളിൽ കിടക്കുന്നത് കൊണ്ട് ദാറ്റ് കൺവിക്ഷൻ ഡിക്റ്റേറ്റിംഗ് ഹെർ ഇൻ്റലക്റ്റ് എന്നാണ് പറയേണ്ടത്. ആ ഒരു തത്വം ആ മകളുടെ ബുദ്ധിയിലും ചിന്തയിലും ഒരു ഡിക്റ്റേറ്റിംഗ്, അതിനെ ഓവർ റൂൾ ചെയ്യുന്നു. എന്ത് ചെയ്യണം? ഒന്നും വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവേ, പിതാവിനാൽ നടാത്തതെല്ലാം പിഴുതു മാറ്റണമേ, എൻ്റെ ഈ ആത്മീയ അന്ധത അകറ്റണമേ. പരിശുദ്ധാത്മാവേ, ഞാനിത് അങ്ങേക്ക് സമർപ്പിക്കുന്നു, വിശുദ്ധീകരിക്കണമേ. അപ്പോൾ നമ്മുടെ വേറൊരു ഫേമസ് ഗാനമാണ്, വിശുദ്ധീകരിച്ചിടണേ വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. Sanctify me, O Lord. Sanctify me, O God. Cleanse my body, mind and soul. Purify me and make me whole. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥനയായിട്ടൊന്ന് പാടിയേ. Sanctify me, O God. Cleanse my body, mind and soul. Purify me and make me whole. എൻ്റെ ഒരു വിശുദ്ധീകരണ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു കടലാസുണ്ട്. ആ കടലാസ് കൊടുത്തോ? പിന്നെ കൊടുക്കാം, ഇപ്പോൾ കൊടുക്കണ്ട. അപ്പോൾ അത് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇതുപോലെയുള്ള ഈ അന്ധവിശ്വാസങ്ങളും തെറ്റായ ബോധ്യങ്ങളും എല്ലാം വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. എതിര് പറയുന്നു 5 മിനിറ്റേ എടുത്തുള്ളൂ, ഇത്രയും അല്ലെങ്കിൽ 10 മിനിറ്റ് എടുത്ത് കാണും. സിസ്റ്റർ ഫ്രീ ആയി. ആ ഒരു സംഭവം, ആ ഒരു ഇമേജറി, ആ ഒരു തത്വം ഉള്ളിൽ നിന്നങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ഇൻ്റർവെൽ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സാധാരണ ഉച്ച കഴിയുമ്പോൾ എല്ലാവരോടും പറയും നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോഴും ഈ ഇത്രയും നാൾ ഈശോയിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ സാധിക്കാതിരുന്ന സിസ്റ്റർ ഓടിച്ചാടി സ്റ്റേജിൽ വന്ന് 5000 പേരോട് മുമ്പിൽ യേശുവിനെ പ്രഘോഷിച്ചു. ഈ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ തിളക്കം, വിശ്വാസത്തിൻ്റെ കഴമ്പ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ
നമ്മുടെ വിശ്വാസം ദൈവിക ജ്ഞാനത്താൽ പ്രകാശിക്കപ്പെട്ടതായിരിക്കണം. ഹലോ, സക്കറിയായുടെ അടുത്ത് മാലാഖ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും. എനിക്ക് കുഞ്ഞോ? അയ്യോ, ഞങ്ങൾ വയസ്സായ ആൾക്കാരാണല്ലോ, ഈ വയസ്സുകാലത്ത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമോ? സക്കറിയ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. അത് വേറെ കാര്യം. ഞാൻ പറയാൻ പോണ കാര്യം, സക്കറിയ അങ്ങനെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് സക്കറിയായോട് മാലാഖ എന്ത് പറഞ്ഞു? യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഞാൻ പറയണ കാര്യം, നമ്മുടെ കത്തോലിക്ക സഭയിൽ കുറേ പേര് മൂകരാണ് ഇല്ലേ? കന്യാസ്ത്രീമാരായാലും കുറേ പേര് മൂകരാണ്. ഞാൻ എന്തോരം പറഞ്ഞു ഇവിടെ വന്ന് 2 വാക്ക് പറയാൻ. എന്തുകൊണ്ടാണ്? അപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ മൂകത. മൂകത എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പോൾ മനസ്സിലായോ? കഴമ്പില്ലാഞ്ഞിട്ടാണ്. വിശ്വാസമുണ്ട്, സക്കറിയയുടെ മാതിരത്തെ വിശ്വാസമാണ്. ഇതിപ്പം എനിക്ക് കുഞ്ഞുണ്ടാവില്ല, എനിക്ക് വയസ്സായി, അല്ലെങ്കിൽ എനിക്കിതിനൊന്നും ഒരു കഴിവില്ല. ഞാൻ പറയാണ്, നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിന് കഴമ്പുണ്ടെങ്കിൽ നമ്മളെല്ലാം ശക്തരായി പ്രശോഭിക്കും. നമ്മളിങ്ങനെ ഇരുന്നാലൊന്നും പോരാ. നമ്മുടെ വിശ്വാസത്തിന് കഴമ്പുണ്ടാകുന്നത്, കഴമ്പുണ്ടെങ്കിലേ നമുക്ക് പറയാനുള്ളൂ. ചില അമ്മച്ചിമാരെ കാണാം. ഒരിക്കൽ അമ്മച്ചി അല്ലെങ്കിൽ ഒരു സഹോദരി എന്നെ വണ്ടിയിൽ കയറ്റി ഒരു പ്രയർ ഗ്രൂപ്പിൽ ഒരു ടോക്ക് കൊടുക്കാൻ കൊണ്ടുപോകാൻ 2.5 മണിക്കൂർ വണ്ടി ഓടിച്ച് കൊണ്ടുപോയി. ഈ 2.5 മണിക്കൂർ വാതോരാതെ എന്തോക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നോട്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ്, നീ ഒരു ചെറിയ സാക്ഷ്യം പറയും. നോ പ്ലീസ്, ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞൂടാ, എനിക്ക് പറ്റൂല. കണ്ടോ, ഈ 2.5 മണിക്കൂർ വാചകോടിച്ച ആൾക്ക് കർത്താവിൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞപ്പോൾ മൂകത. ഇതിനെയെല്ലാം നമ്മൾ ജയിക്കണം. അങ്ങനെ നമ്മളിൽ മൂകത ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം സക്കറിയയാണ്, അല്ലെങ്കിൽ ഗബ്രിയേൽ പറഞ്ഞതാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കാഞ്ഞത് കൊണ്ടാണ് ഈ മൂകത. എന്നാൽ മാതാവ് സക്കറിയായുടെ ഭവനത്തിൽ ചെന്നപ്പോൾ മൂകത മാറി. അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞു, നീ ഏതായാലും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ, നീ ഭാഗ്യവതി. കണ്ടോ, ഈ ഭാഗ്യവതിയുടെ ഗുണം എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ ഈ ജ്ഞാനം വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ വീണ്ടും നമ്മൾ 2:5 വരാം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. ഇനി 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാം. ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിലൂടെ നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യാണ്. ഒരു പ്രധാന ഉദാഹരണം, ഇപ്പം നിങ്ങൾ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. എല്ലാ വിധത്തിലുള്ള ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ തന്നെയാണ്. എന്നിരുന്നാലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, വളർച്ചയിലേക്ക് വരണമെന്നാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയണത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ പണ്ടെല്ലാം ഭയങ്കര സംരക്ഷണ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുരക്തം കൊണ്ട് തെളിക്കണേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേക്ക. പക്ഷേ കുറേ കാലത്തിന് മുമ്പ് ഈ ജ്ഞാനത്തിന് വേണ്ടി ധാരാളം ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ, ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറയാണ്, നീ എന്താണിപ്പോൾ സ്വീകരിച്ചത്? ഞാൻ അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിച്ചു. ശരിയാണ് എന്ന് പറഞ്ഞാൽ നീ എന്നെ തന്നെ സ്വീകരിച്ചില്ലേ? ഞാൻ ആരാണ്? ഞാൻ സർവാധിപനാണ് അങ്ങ്.
ആണോ എന്ന് പറഞ്ഞേ. അപ്പോൾ കുർബാനയിലത്തെ പശ്ചാത്തലത്തിൽ നോക്കി, സർവാധിപനാം കർത്താവ് എന്നൊക്കെ പാടി ആ കർത്താവിനെ ശരീരവും രക്തവുമായിട്ട് നമ്മൾ സ്വീകരിച്ചു. എന്നിട്ട് പറയാൻ, ഇനി നിൻ്റെ മേൽ രക്തം തെളിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിയാണല്ലോ അത്. അപ്പോൾ പിന്നെ നീ എന്തിനാണ് വീണ്ടും എന്നെ രക്തം തെളിച്ച് സംരക്ഷിക്കണേന്ന് പറയണത്? അതിൻ്റെ അർത്ഥം നീ ഇപ്പോൾ ഭക്ഷിച്ച സ്വീകരിച്ച എന്നിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? അങ്ങനെ ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. അന്നു മുതൽ പിന്നെ ഒരിക്കലും ഞാൻ സംരക്ഷണ പ്രാർത്ഥന നടത്തിയിട്ടില്ല. എൻ്റെ സംരക്ഷകൻ ആരാ? എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കർത്താവാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ മതി. ചിലർ പറയുന്നത് സംരക്ഷണ പ്രാർത്ഥനയൊക്കെ നടത്താണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്താണെങ്കിൽ തിരിച്ചടി ഉണ്ടാവട്ടാ, ഭയങ്കര ആക്രമണം ഉണ്ടാവും. ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വചനമാണ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, എന്താണ് നിത്യജീവൻ എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞ എല്ലാവരും, എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അതാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം പറയുകയാണ്, 3:8, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഉച്ഛിഷ്ടം എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ വളരെ മോശമായൊരു വാക്കാണ് ഇല്ലേ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, it has no eternal value. അതിന് ഒരു അനന്തതയില്ല. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ഉടനെ ഡിസ്പോസ് ചെയ്യേണ്ട സാധനമാണ്. ഉടനെ ഡിസ്പോസ് ചെയ്ത് ഉടനെ, അതിന് വേറൊരു മലയാളം വാക്കെന്താ? പെരിഷബിൾ ഇല്ലേ? പെരിഷബിൾ എന്നുള്ളതിന് മലയാളം എന്താ? നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കഠിനമായി പോകുന്നത്. അതിനൊരു വാല്യൂ ഇല്ല, അതിനൊരു നിലനിൽപ്പില്ല. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അനന്തമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അനന്തമാണ്. ആ അനന്തമായ ജ്ഞാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം നൈമിഷികമാണെന്ന് വിചാരിച്ചാൽ മതി. നൈമിഷികം നല്ല വാക്കല്ലേ? മറ്റുള്ളവയെല്ലാം നൈമിഷികമാണ്. കറക്റ്റല്ലേ? ഉച്ഛിഷ്ടം നൈമിഷികമാണ്. അത് ഊണ് കഴിഞ്ഞാൽ ഉച്ഛിഷ്ടം കഴിഞ്ഞു. നൈമിഷികമാണത്, നൈമിഷികം. മറ്റുള്ളവയെല്ലാം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മളിങ്ങനെ അറിയുമ്പോഴാണ് ഒരിക്കൽ വേറൊരു സംഭവം. ഇപ്പോൾ ഞാൻ ആദ്യകാലങ്ങളിൽ ഡിവൈൻ സെൻറ്ററിൽ കുറേ ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് ഒരു ധ്യാനം ഇതായിരുന്നു, അക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ള ധ്യാനം. അതൊരു സ്പെഷ്യൽ ധ്യാനമായിരുന്നു. പനക്കിലച്ചൻ 10 ദിവസം 600ഓളം അക്രൈസ്തവർ, ആ ധ്യാനം കഴിഞ്ഞിട്ട് അവരങ്ങ് തളച്ചു പറഞ്ഞിട്ട് അവരെ പിടിച്ചു നിർത്തേണ്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ സാവധാനം ആക്ഷൻ ചെയ്യാവൂ. അവർ പോയി അമ്പലമൊക്കെ ഉടച്ച് കളയണമായിട്ട് ഫീലിലാണ് പോരണത്. എനിവേ, അപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രതിഭാസം ഇതായിരുന്നു. അവിടെ നമ്മൾ സ്തുതിക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരാൾ ആടിപ്പാടി ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് പിശാചാണ്, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ വിലക്കണമെന്നൊക്കെ പറയുമ്പോഴേക്കും അലറി. അപ്പോൾ അത് പറയും, ഞാൻ ഭദ്രകാളിയാണ്, ഞാൻ വേലായുധനാണ്, വേലായുധ പോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബഹളുണ്ടാക്കും. അപ്പോൾ ആളുകൾക്കൊക്കെ നല്ല തമാശയായി.
അപ്പോൾ പരക്കിലച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ വചനം പറഞ്ഞാൽ അത് താനെ പോയിക്കോളും. അതുകൊണ്ട് ഞാനത് നിർത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, ഈ പിശാചുക്കൾ പറയണതെല്ലാം നുണയാണ്. ശരിയല്ലേ? പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. അപ്പോൾ അവർ പറയാണ് ഞാൻ ഭദ്രകാളിയാണ്, വേലായുധൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നീ അത് കണക്കിലെടുക്കണ്ട. കാരണം അവർ നുണയെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ ആവോ? കുറച്ച് പിശാചുക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചാലേ മനസ്സിലാവുള്ളൂ. പിശാചുക്കളെ പ്രവർത്തിക്കണ വരം വേണോ? പിശാചുക്കളെ ഓടിക്കണ വരം വേണോ? ഉണ്ട്. വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ട്. എന്ത് ചെയ്യും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. വേണോ? അങ്ങനെ എത്ര പേർക്ക് ആ വരം വേണം? പിശാചുക്കളെ ബഹിഷ്കരിക്കണ വരം. എന്നാൽ ശരി, ഇന്ന് വൈകുന്നേരം ഞാൻ 2 പിശാചിനെ അങ്ങോട്ട് അയക്കാം. കണ്ട, ഇപ്പോൾ പിശാചിനെ ബഹിഷ്കരിക്കണ വരം പഠിപ്പിക്കാൻ പോവാണ്. എങ്ങനെയാ പിശാചുക്കളെ ബഹിഷ്കരിക്കണ വരം പഠിപ്പിക്കണേ? എങ്ങനെ? ഞാൻ അങ്ങനെ പഠിച്ചത്. ഒരു ദിവസം രാത്രി, അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കണത് പിശാചിനെയൊക്കെ ബഹിഷ്കരിക്കാൻ അച്ഛന്മാരെ കൊണ്ടേ പാടുള്ളൂ എന്നാണ്. അച്ഛൻ ക്ഷമിക്കണം കേട്ടോ, അച്ഛന്മാരോടൊക്കെ പറഞ്ഞാലല്ലേ പിശാച് പോവുള്ളൂ. ചിലർ പറയും മെത്രാനച്ഛനോട് പറയണമെന്നൊക്കെയാണ്. പക്ഷെ ഒരു ദിവസം രാത്രി പിശാച് വന്നിട്ട് എൻ്റെ കുരക്കിന് കയറി ഇങ്ങനെ പിടിച്ചേക്കാണ്. അപ്പം ഞാൻ ആരന്വേഷിച്ച് നടക്കണം പറയും. രാത്രി എൻ്റെ കുരക്കിന് കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, പോടാ പിശാച്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ പിശാച് പോയി. എടാ, അപ്പം ഞാൻ പറഞ്ഞ പോകുമല്ലേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വിശ്വാസികൾക്ക്, എല്ലാ വിശ്വാസിക്കും ഈ വരമുണ്ട്. പിറ്റേ ദിവസം കുറേയും കൂടി വലിയൊരു പിശാച് വന്നിട്ട് എൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കുരക്കിനും പിടിച്ച് ചവിട്ടാൻ തുടങ്ങി. ഇപ്പം ഞാൻ ആരന്വേഷിച്ച് നടക്കണം പറയും. എനിക്കങ്ങ് ശ്വാസം മുട്ടി. അപ്പം ഞാൻ കുറച്ചുകൂടി ഒച്ചയിൽ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ദൂരെ പോവുക പിശാചേ. അത് പോയി. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ വരം പ്രാക്ടീസ് ചെയ്യണേ. അതുകൊണ്ടാണ് പറഞ്ഞത് 2 പേരെ അങ്ങോട്ട് അയക്കാമെന്ന്. അങ്ങനെ ഇന്ന് രാത്രി ആർക്കെങ്കിലും അങ്ങനെ പിശാച് വരികയാണെങ്കിൽ പേടിക്കണ്ട, അത് നിങ്ങൾക്ക് ആ വരം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ. ആ കൈപൊക്കിയ ആളുകൾ ശ്രദ്ധിച്ചേക്കണം. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വരമുള്ള ആൾക്കാർ കൈപൊക്കി, നല്ല കാര്യം. ഇന്ന് രാത്രി തന്നെ നിങ്ങൾ പിശാചിനെ ബഹിഷ്കരിക്കും. അപ്പം ഇതൊക്കെ കർത്താവിൻ്റെ പരിപാടിയാണ്. ഈ പിശാചുക്കളെ അയക്കണത് എന്തിനാണ്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞതാണ്? എന്താണ് അങ്ങനെ പറഞ്ഞത്? ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പോകാണേ. ജ്ഞാനം ക്രൈസ്തവരെ ധ്യാനിപ്പിക്കാൻ. ശരി, അപ്പോൾ പിന്നെ പിശാച് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് ആ സംസാരിക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കരുത്. കാരണം പിശാച് നുണയെ അറിയുള്ളൂ. പിശാചിന് നുണയെ അറിയുള്ളൂ, അതിന് സത്യം അറിയില്ല. അന്ന് മുതൽ ഐ ആം ഫ്രീ. എനിക്ക് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ, അങ്ങനെ പിശാചുക്കളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനോട് സംസാരിച്ചാൽ പോരെ. പിശാച് സംസാരിച്ചതനുസരിച്ച് ചെയ്യണോ, കർത്താവ് സംസാരിക്കണനുസരിച്ച് ചെയ്യണോ? അതാണ്. ഇനി അടുത്തൊരു ചോദ്യം, പിശാചിൻ്റെ, അതായത് അശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവാത്മാവിൻ്റെ ശക്തിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് എല്ലാം പറയുന്നത് ആ വചനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഏതാ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകണം. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. പിശാചിൻ്റെ ശക്തിയും അല്ലെങ്കിൽ അശുദ്ധാത്മാവിൻ്റെ ശക്തിയും
ദൈവാത്മാവിൻ്റെ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറഞ്ഞു, ഉത്തരം പറയും. ഒരാശ്വാസമായി. താങ്ക് യു. പറയ്. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. യെസ്. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ. അതെ അതെ അതെ. ചോദ്യം ഇതാണ്: അശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവാത്മാവിൻ്റെ ശക്തിയും, അല്ലെങ്കിൽ അശുദ്ധാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പറഞ്ഞോ ഉത്തരം. ഇപ്പോൾ ഒരുപാട് വിശദീകരിച്ചു, അത്രയൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു ഷോർട്ട് കട്ടിൽ പറയും. യെസ്. ദൈവാത്മാവിൻ്റെ മേലെ മുകളിൽ വേറൊരു ശക്തി ഇല്ല. ഓക്കെ. ദൈവാത്മാവിൻ്റെ. അശുദ്ധാത്മാവിൻ്റെയോ? താഴ്ന്നു. പക്ഷേ അതിനൊരു ഒരു വേറൊരു ക്വാണ്ടിഫൈ ചെയ്തൂടെ? അത് ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം പറയാമോ? താങ്ക് യു. പക്ഷേ ഇപ്പോഴും ഉത്തരം മുഴുവനായിട്ടില്ല കേട്ടോ. ഒരു സൂചന വന്നിട്ടുണ്ട്. അതുപോരാ. അങ്ങനെ പ്രവർത്തിച്ചിട്ടൊക്കെ കാണിച്ചിട്ട് തിരിച്ചറിയാമല്ല. വിശ്വാസത്തിലൂടെ ഇപ്പോഴേ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഒരാളെ അയക്കാം. അങ്ങനെ പ്രവർത്തിക്കാൻ നോക്കിയാൽക്കാണ്ട് തന്നെ എന്താണ് ഈ പറയണത്? നിങ്ങൾക്ക് അറിഞ്ഞുവിടുന്നോ? പിശാചിൻ്റെ ശക്തി യേശുനാമത്തിൽ വിട്ടുപോകും. അത് ശരിയാണ്. പക്ഷേ ശക്തി എന്തോരമുണ്ട്. അശുദ്ധാത്മാവിൻ്റെ ശക്തി ദുർബലമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ ബലമുണ്ട്. ഈ ലൈറ്റ് എന്താ ഓഫായേ? എവിടുത്തെ ലൈറ്റ്? ഏത്? ആ ലൈറ്റ്. ഓക്കെ. അപ്പം എനിക്ക് ഇവരുടെ മുഖം കാണുന്നില്ലടാ. ഓക്കെ, പറയ്. ഭയങ്കര അശുദ്ധാത്മാവിൻ്റെ ശക്തി ഭൗതികമായ നേട്ടങ്ങളിലേക്കും ശക്തി. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ പ്രോപ്പർട്ടീസ് മാത്രമാണ്. ഉത്തരം പൂർണ്ണമായിട്ടില്ല. ഇതുവരയ്ക്കും ആരുടെയും ഉത്തരം കൃത്യമായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുമോ? എൻ്റെ കർത്താവേ. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിനോട് ഇത്ര താല്പര്യമില്ലാത്തതെന്ന്. ജ്ഞാനത്തിനോട് താല്പര്യം ഉണ്ടോ ഇല്ലയോ? എന്നൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം തരണേ. ഈ ആത്മാക്കളെ വിവേചിച്ചറിയുക എന്നതാണ് ഒരു ജ്ഞാനം. ആത്മാക്കളെ വിവേചിച്ചറിയുക. അശുദ്ധാത്മാവ് എന്താണ്, ദൈവാത്മാവ് എന്താണെന്നുള്ളത് വിവേചിച്ചറിയാം. ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, ആത്മാക്കളെ വിവേചിച്ചറിയുന്നതിനുള്ള ജ്ഞാനം നൽകണമേ. ആത്മാക്കളെ വിവേചിച്ചറിയുന്നതിന്, ആത്മാക്കളുടെ വിവേചനത്തിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും തോറ്റു. ഞാൻ പറയാൻ പോവുകയാണ്. ആർക്കെങ്കിലും ഒരു ചാൻസ് കൂടി. ശരിയായ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. സിസ്റ്റർ, യു ആർ വെരി നിയർ. ഒന്നുകൂടി പറഞ്ഞേ. ദൈവാത്മാവ് ആരുടെ ശക്തി? ദൈവാത്മാവിൻ്റെ ശക്തി. അപ്പോൾ അശുദ്ധാത്മാവിൻ്റെയോ? പക്ഷേ എന്താണ് അതിൻ്റെ ഡിഫറൻസ്? എന്താ ഒന്ന് റിലേ ചെയ്ത? എന്താ ഉച്ചത്തിൽ പറഞ്ഞേ? ഇല്ല പോയി അത്ര ഒന്നും പോകേണ്ട ആവശ്യമില്ല.
ലോർഡ്. കൈയടിച്ചോ, കൈയടി. രക്ഷപ്പെട്ടു എല്ലാവരും. കണ്ടോ, ഒരാൾ മുഖാന്തരം ഈ സഭ മുഴുവനും രക്ഷപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തരം വന്ന കണ്ടോ. അപ്പം എന്താണ് അതിൻ്റെ സാരാംശം? എന്താണ്? അശുദ്ധാത്മാവ് ഒരു സൃഷ്ടിയാണ്. എന്തുകൊണ്ടൊരു സൃഷ്ടിയാണ്? എങ്ങനെയാണ് അശുദ്ധാത്മാവ് ഉണ്ടായത്? മാലാഖ പിഴച്ചുണ്ടായതാണ്. മാലാഖയുടെ പതനത്തിൽ നിന്നാണ് ഉണ്ടായത്. മാലാഖയുടെ പതനത്തിൽ നിന്നാണ്. മാലാഖ ആരായിരുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അപ്പോൾ ദൈവാത്മാവോ സൃഷ്ടാവാണ്. ദൈവാത്മാവ് ആരാണ്? സൃഷ്ടാവ്. അപ്പോൾ ദൈവവും ദൈവാത്മാവും സൃഷ്ടാവും. അശുദ്ധാത്മാവ് വെറും ഒരു സൃഷ്ടി മാത്രമാണ്. അതാണ് ഞാനും പണ്ടൊക്കെ ഇതിനെ വലിയ സംഭവം, വലിയ ശക്തിയാണെന്നും പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഭയങ്കര ഒച്ചയിൽ യേശുവിൻ്റെ നാമത്തിൽ പോ, അത്രയൊന്നും ഒച്ചയിരിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ വിശ്വസിച്ചാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ പിശാചേ പോ എന്ന് പറഞ്ഞാൽ അത് പോവും. ഒരിക്കലും ഒരു ധ്യാനത്തിൽ ഒരു കൺവെൻഷന് പറഞ്ഞതാ. കൺവെൻഷൻ നടത്തുന്ന ഓർഗനൈസേഴ്സ് അവിടെ ഒരു പെണ്ണ് പിശാച് ബാധിച്ചു എന്ന് പറഞ്ഞു. അവൾ കിടന്ന് അലറി കസേരയൊക്കെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ വോളണ്ടിയേഴ്സ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കൺവെൻഷൻ്റെ കൺവീനർ പറഞ്ഞു, ഞാൻ പിശാച് ബാധ ഒഴിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് അയാളൊരു കുരിശുമായിട്ട് വന്നു. അപ്പോൾ ഇയാൾക്കറിയാവുന്നത് കുരിശ് കണ്ട പിശാച് പോകും എന്നുള്ളൊരു തത്വമുണ്ടല്ലേ. കുരിശ് കണ്ട പിശാച് ഓടും. പക്ഷേ ഈ കുരിശ് കാണിച്ചു കൊടുത്തിട്ട് ഈ പെണ്ണിലെ പിശാചൊന്നും പോയില്ല. ഇയാൾക്കങ്ങ് ദേഷ്യം കയറി. പോ പിശാചേ എന്ന് പറഞ്ഞ് ഒച്ചെടുത്തു. അവളുടെ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പിശാചേ പോ. അപ്പോൾ ഈ പെണ്ണ് കുറേ കൂടി അലറി. അപ്പോൾ ഈ കുരിശ് അതിൻ്റെ വായയിൽ വെച്ചുകൊണ്ട് പിശാചേ പോ എന്ന് പറഞ്ഞങ്ങ് വായയിൽ കുത്തിക്കയറ്റി. വായൊക്കെ പൊട്ടി പൊളിഞ്ഞ് ആകെ നാശം. ഇപ്പം എന്ത് സംഭവിച്ചു? ആ പെണ്ണിലുള്ള പിശാചും ഇയാളിൽ ഒന്നായി ഇല്ലേ? ആ പെണ്ണിലുള്ള പിശാചിൻ്റെ അരിശം ഇയാളിലേക്ക് വന്നു. അപ്പോൾ ഈ പിശാചിനോട് ഒരിക്കലും അരിശപ്പെടരുത്. പിശാചിനോട് അരിശപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഇപ്പം നമ്മളൊന്നായി എന്ന് പറയും. പിശാചിന് ആരില്ലെങ്കിലും അങ്ങനെ ഒരു പൈശാചികത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയെ അങ്ങ് സ്നേഹിച്ചാൽ മതി. പിശാച് പോയിക്കോളും. കാരണം ദൈവം സ്നേഹമാണ്, പിശാചോ ദൈവത്തിൻ്റെ ഓപ്പോസിഷൻ അല്ലേ. അതും എനിക്കൊരിക്കൽ അനുഭവമാണ്. അങ്ങനെ ഈ പിശാച് ബാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് കസേരയൊക്കെ വലിച്ചെറിഞ്ഞു. ആ പെണ്ണിനെ പിടിക്കാനായിട്ട് വോളണ്ടിയേഴ്സ് ആണുങ്ങൾ പറ്റൂലല്ലോ. അപ്പോൾ സിസ്റ്റർമാരാണ് പോണത്. ധ്യാന കേന്ദ്രത്തിലെ വോളണ്ടിയേഴ്സ് സിസ്റ്റർമാർ. ആ സിസ്റ്ററിൻ്റെ കൈക്ക് കയറി കടിച്ചിട്ട് ഒരു കഷ്ണം ഇറച്ചി ഈ പെണ്ണ് വായിലാക്കി. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ ശരിക്കും പിശാച് തന്നെയല്ലേ. ഈ ചെന്ന വോളണ്ടിയർ സിസ്റ്ററിൻ്റെ കൈ ഇങ്ങനെ കടിച്ചിട്ട് വട്ടത്തിൽ തൊലി അങ്ങ് പോയി. ഞാൻ ഡിവൈനിൽ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കണം. ഈ സിസ്റ്റർ വന്നുകൊണ്ട് പറയണം. അപ്പോൾ കാര്യം മനസ്സിലായി. ആ പെണ്ണിനെ അവരവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. സിസ്റ്റർ വന്നിങ്ങനെ കാണിക്കുകയാണ്, വേഗം എന്തെങ്കിലും ഇതിനുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കുക. ഉച്ചയ്ക്ക് ധ്യാനം അവസാനിക്കുമ്പോൾ ഞാൻ വന്ന് നോക്കാം, അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് ധ്യാനക്കുരുവിൻ്റെ. ഈ ധ്യാനക്കുരു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള കേസ് ഡീൽ ചെയ്യണ്ടേ? ഈ പാവം സിസ്റ്ററിൻ്റെ കൈ കടിച്ച് ഒരു കഷ്ണം മാറിയിരുന്നു. അപ്പോൾ സംഭവം ഭയങ്കര മൂത്ത പിശാചാണ് ഇല്ലേ. അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരു മുറിയിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെന്നു. ഇങ്ങനെയുള്ള കേസുകൾ ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവേ എന്താ ചെയ്യേണ്ടേ? പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അവളെ സ്നേഹിക്കാൻ പറഞ്ഞു. കണ്ടോ, എന്നോട് പറയാണ് ആ പെണ്ണിനെ സ്നേഹിക്കാൻ. അപ്പോൾ ഞാനിവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ സിസ്റ്ററിന് ഓൾറെഡി ഇപ്പോൾ അതിനോട് ഭയങ്കര വിഷമമാണ്. എനിക്കറിഞ്ഞൂടെ വെറുപ്പുണ്ടോയെന്ന്. പക്ഷേ കൈക്ക് കയറി കടിച്ചേക്കല്ലേ. മറ്റേ ചേട്ടന്മാരൊക്കെ ഇവിടെ ഒന്ന് ഒതുക്കണമെന്നുള്ള മാതിരി ഭയങ്കര വാശിയിൽ നിൽക്കുകയാണ്. സിസ്റ്ററിനെ കയറി കടിച്ചേക്കണം, ഇവൾക്ക് 2 കൊടുക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതെല്ലാം ക്ഷമിക്കുക.